പരിശുദ്ധാത്മാവ് അതിശക്തമായി ഇറങ്ങി വന്ന രണ്ട് സന്ദർഭങ്ങൾ ബൈബിളിലുണ്ട്. ഒരു സന്ദർഭം നമ്മൾ ശരിയായിട്ട് മനസ്സിലാക്കിയിട്ടുള്ളതാണ്. അപ്പോസ്തല പ്രവർത്തനം 2-ാമത്തെ അധ്യായത്തിൽ പെന്തക്കോസ്ത തിരുനാളിൽ പരിശുദ്ധാത്മാവ് ഇറങ്ങി വരുന്നു. അന്ന് സിഹിയോൻ മാളികയിൽ ഒരുമിച്ച് കൂടിയ 120ഓളം പേരുടെ മേൽ ദൈവത്തിന്റെ ആത്മാവ് ഇറങ്ങി വരുന്നു. പത്രോസ് ശക്തമായി പ്രസംഗിക്കുന്നു. അപ്പോൾ അവിടെ ആളുകൾക്ക് മാനസാന്തരം ഉണ്ടാകുന്നു. അവര് ഹൃദയത്തിൽ പരിവർത്തനപ്പെടുന്നു. അവര് മാമോദീസ സ്വീകരിക്കുന്നു. സഭ രൂപപ്പെടുന്നു. അതിമനോഹരമായ സംഭവമാണ്. എന്നാൽ ഇതിന് സമാനമായിട്ടുള്ള ഒരു അനുഭവമാണ് രണ്ടാമതായിട്ട് നമ്മൾ കാണുന്നത്. അത് അപ്പോസ്തല പ്രവർത്തനങ്ങളിൽ തന്നെയാണ്. അത് 10-ാമത്തെ അധ്യായത്തിൽ കൊർന്നലിയൂസിന്റെ വീട്ടിലുള്ള ശുശ്രൂഷയായിരുന്നു. കൊർന്നലിയൂസിന്റെ ഭവനത്തിൽ, കൊർന്നലിയൂസ് ഒരു പട്ടാളക്കാരനായിരുന്നു. അദ്ദേഹം വിജാതീയനായിരുന്നു. പക്ഷെ അദ്ദേഹം ദൈവഭക്തനും പ്രാർത്ഥിക്കുന്ന ആളായതുകൊണ്ട് ദൈവത്തിന്റെ ഇടപെടൽ അദ്ദേഹത്തിനുണ്ടായി. അദ്ദേഹത്തിന് ദൈവം നിർദ്ദേശം നൽകി പത്രോസിനെ വിളിച്ചു കൊണ്ടുവരുവാൻ. അങ്ങനെ പത്രോസിനെ ആളയച്ച് വിളിപ്പിച്ചു. പത്രോസ് വന്നു. പത്രോസ് അങ്ങനെ വരാൻ കാരണം വിജാതിയുടെ ഭവനത്തിൽ യഹൂദർ പോകുകയില്ലായിരുന്നു. പക്ഷേ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നൽകിയ നിർദ്ദേശം അദ്ദേഹം അനുസരിച്ച് ഈ ഭവനത്തിൽ വരികയും പത്രോസ് കൊർന്നലിയൂസിന്റെ ഭവനത്തിൽ പ്രസംഗിക്കുകയും ചെയ്തു. അദ്ദേഹം എന്ത് പ്രസംഗിച്ചു എന്നുള്ളത് വളരെ പ്രസക്തമാണ്. യേശുക്രിസ്തു മുഖാന്തരമുള്ള രക്ഷയെക്കുറിച്ചാണ് പ്രസംഗിച്ചത്. അപ്പോൾ കേട്ടുകൊണ്ടിരുന്ന എല്ലാവരുടെ മേൽ പരിശുദ്ധാത്മാവ് ഇറങ്ങി വന്നു. പ്രവർത്തികളുടെ പുസ്തകം 10-ന്റെ 44 അപ്പോൾ തിരുവചനം പ്രസംഗിക്കപ്പെടുമ്പോൾ രക്ഷയുടെ സന്ദേശം എവിടെ പ്രസംഗിക്കുന്നുവോ അവിടെ എല്ലാം പരിശുദ്ധാത്മാവിന്റെ ഇടപെടൽ ഉണ്ടാകും. പ്രത്യേകിച്ച് പെന്തക്കോസ്ത തിരുനാളിൽ ഒരുങ്ങുന്ന ഈ ദിവസങ്ങളിലെല്ലാം കൂടുതൽ വചനം കേൾക്കുവാനും കൂടുതൽ പ്രാർത്ഥിക്കുവാനും വചനം വായിക്കാനുമുള്ള അവസരമായിട്ട് ഇത് പ്രയോജനപ്പെടുത്തണമേ. ഇത് നമ്മുടെ കർത്താവ് യോഹന്നാന്റെ സുവിശേഷം 6:63 ഇങ്ങനെ പറഞ്ഞു, ഞാൻ നിങ്ങളോട് പറഞ്ഞ വാക്കുകൾ ആത്മാവും ജീവനുമാണ്. യേശുവിന്റെ വാക്കുകളിൽ ആത്മാവും ജീവനും ഉണ്ടെന്ന് യേശു തന്നെ സാക്ഷ്യപ്പെടുത്തിയതാണ്. അതുകൊണ്ടാണ് ഇത് പ്രസംഗിക്കപ്പെടുമ്പോൾ ദൈവത്തിന്റെ ആത്മാവിന്റെ ഇടപെടൽ ഉണ്ടാകുന്നത്. അപ്പോൾ നമ്മൾ വിത്ത് വിതയ്ക്കുമ്പോൾ ആ വിത്തിന് ജീവനുള്ളത് കൊണ്ട് അത് മുളച്ച് പൊങ്ങുന്നു, വളരുന്നു. ഇതുപോലെ വചനമാകുന്ന വിത്തിനകത്ത് ദൈവത്തിന്റെ ആത്മാവുണ്ട്, ജീവനുണ്ട്. അതുകൊണ്ടാണ് അത് വായിക്കുകയും കേൾക്കുകയും ചെയ്യുമ്പോൾ നമുക്ക് ജീവൻ തുടിക്കുന്നത്. പുതിയ തലമുറയിൽപ്പെട്ട കുട്ടികളും യുവതിവാക്കളൊക്കെ ഇത് മനസ്സിലാക്കുന്നത് നല്ലതാണ്. നിങ്ങൾ വിചാരിക്കുന്ന പോലെ ശാസ്ത്രമാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. ദൈവത്തിന്റെ തിരുവെഴുത്തുകൾ അത് അപ്രധാനമായി നിങ്ങൾ കാണരുത്. ദൈവത്തിന്റെ വചനം വായിക്കുകയും ധ്യാനിക്കുകയും ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കൂടുതൽ വളരാനായിട്ട് സാധിക്കും, ആത്മീയ ജീവൻ പ്രാപിക്കാൻ സാധിക്കും. ഇനി നമുക്ക് മുന്നോട്ട് പോകാം. അപ്പോസ്തല പ്രവർത്തനങ്ങളിൽ തന്നെ 8-ാമത്തെ അധ്യായത്തിൽ പീലിപ്പോസ് പ്രസംഗിക്കുന്നു. ശിഷ്യപ്രമുഖനായ പീലിപ്പോസ് അല്ല, ഒരു അൽമായനായിട്ടുള്ള പീലിപ്പോസ്. അദ്ദേഹം പ്രസംഗിക്കുകയാണ്. അദ്ദേഹം പ്രസംഗിക്കുമ്പോൾ സമരിയ എന്ന് പറയുന്ന സ്ഥലത്തെ ആളുകൾ മാനസാന്തരപ്പെട്ടു എന്ന് പറഞ്ഞാൽ അവിടെ ദൈവവചനം പ്രസംഗിച്ചപ്പോൾ പരിശുദ്ധാത്മാവിന്റെ ഇടപെടൽ ഉണ്ടായി എന്നുള്ളതല്ലേ. പരിശുദ്ധാത്മാവിന്റെ ഇടപെടലാണല്ലോ അനുതാപത്തിലേക്കും മാനസാന്തരത്തിലേക്കും നയിക്കുന്നത്. സമരിയായിൽ പീലിപ്പോസിന്റെ പ്രസംഗം വഴി, ഒരു ഇവാഞ്ചലിസ്റ്റ് ആയിട്ടുള്ള അദ്ദേഹത്തിന്റെ പ്രസംഗം വഴി സമരിയ പ്രദേശത്തുള്ള ആളുകൾ മാനസാന്തരപ്പെട്ടു എന്ന് ദൈവവചനം പഠിപ്പിക്കുന്നു. പിന്നെയും നമ്മൾ അപ്പോസ്തല പ്രവർത്തനങ്ങളിലേക്ക് വീണ്ടും നമ്മൾ വായിച്ച് മുന്നോട്ട് പോകുമ്പോൾ 19-ാമത്തെ അധ്യായത്തിലെത്തുമ്പോൾ അപ്പോസ്തലനായ പൗലോസ് എഫേസോസിൽ പ്രസംഗിക്കുകയാണ്. എഫേസോസിൽ പ്രസംഗിക്കുന്ന സന്ദർഭത്തിൽ എഫേസോസിൽ വലിയ മാനസാന്തരം ഉണ്ടാവുന്നു. മാത്രമല്ല തുടർന്ന് ഒരു കൈവച്ച് പ്രാർത്ഥിക്കുമ്പോൾ അവിടെ പരിശുദ്ധാത്മാവിന്റെ ഇടപെടൽ ഉണ്ടാകുന്നു. ദൈവവചനം പ്രസംഗിക്കുന്ന സമയത്തെല്ലാം അവിടെ അനുതാപം ഉണ്ടാകുന്നു, മാനസാന്തരം ഉണ്ടാകുന്നു, പരിശുദ്ധാത്മാവിന്റെ ഇടപെടൽ ഉണ്ടാകുന്നു എന്ന് നമ്മൾ മനസ്സിലാക്കണം. അപ്പൊ അതുകൊണ്ട് ദൈവവചനത്തിന്റെ ശക്തിയാണത്. പ്രസംഗിക്കുന്ന ആളുടെ മിടുക്കോ ഒന്നല്ല, ദൈവവചനത്തിന്റെ ശക്തി. അപ്പൊ ദൈവവചനത്തിന്റെ ശക്തിയാണ്. അതുകൊണ്ട് വചനം വായിക്കണം, വചനം ധ്യാനിക്കണം. വചനം നമ്മൾക്ക് അതൊരു ആയുധമായി നമ്മൾ എപ്പോഴും സ്വീകരിക്കേണ്ട ഒന്നാണെന്നാണ് അപ്പോസ്തലനായ പൗലോസ് പറയുന്നത്. ഇനി മാത്രമല്ല, ലൂക്കായുടെ സുവിശേഷം 1-ാമത്തെ അധ്യായത്തിലേക്ക് വരുമ്പോൾ മാതാവ് മറിയവും എലിസബത്തും കണ്ടുമുട്ടുന്ന സന്ദർഭമുണ്ട്. അവിടെ മറിയത്തിന്റെ അഭിവാദന സ്വരം ശ്രവിക്കുമ്പോൾ തന്നെ സ്നാപയോഹന്നാൻ എലിസബത്തിന്റെ ഉദരത്തിൽ കിടന്ന ശിശു കുതിച്ച് ആടുകയാണ് ചെയ്യുന്നത്. അപ്പോൾ പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞ വ്യക്തി സംസാരിക്കുമ്പോഴും അഭിവാദനം ചെയ്യുമ്പോഴും അത് പ്രസംഗമൊന്നും വേണ്ട, പ്രസംഗം ആയിരിക്കണം എന്നില്ല. ദൈവത്തിന്റെ
ആത്മാവ് നിറഞ്ഞ മനുഷ്യര് സംസാരിക്കുകയും ഇടപെടുകയും ചെയ്യുമ്പോൾ അത് അനുഭവിക്കുന്നവരെല്ലാം ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ ഇടപെടൽ ഉണ്ടാകുന്നു. പ്രിയപ്പെട്ടവരെ, അപ്പൊ അതുകൊണ്ട് നമ്മൾ ആത്മാവിനാൽ നിറഞ്ഞുള്ള ഒരു ജീവിതം നയിക്കണം. റോമാലേഖനം 8:14 പറയുന്ന പോലെ ദൈവാത്മാവിനാൽ നയിക്കപ്പെടുന്നവരെല്ലാം ദൈവത്തിന്റെ പുത്രന്മാരാണ്. ഇനി അല്പം പ്രായോഗിക കാര്യങ്ങൾ പറയാം. നമ്മളിൽ പലരും സംസാരിക്കുമ്പോൾ മറ്റുള്ളവരെ മുറിവേൽപ്പിക്കുന്നു, അവരുടെ കുറവുകൾ ഉയർത്തി കാണിച്ച് അവരെ മുറിവേൽപ്പിക്കുന്ന തരത്തിലുള്ള വാക്കുകൾ നമ്മൾ പറയാൻ പാടില്ല. നമ്മുടെ ഉള്ളിൽ മുറിവുകൾ ഉള്ളത് കൊണ്ടാണ് നമ്മൾ അങ്ങനെ സംസാരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഒരു ആ ഗ്ലാസ് താഴെ വീണു, പൊട്ടി, പക്ഷേ പൊട്ടി പിളർന്ന് ചിന്ന ഭിന്നമായി പോയില്ല, ഒരു അടയാളം വീണു. നമ്മൾ ആ ഗ്ലാസ് പിന്നെ ഉപയോഗിക്കുമോ? ഉപയോഗിച്ചാൽ അത് നമ്മളൊന്ന് കഴുകി വൃത്തിയാക്കാൻ ശ്രമിച്ചാലോ ആ ഗ്ലാസ് പൊട്ടുകയും നമ്മുടെ കൈ മുറിവേൽക്കുകയും ചെയ്യും. ഇതുപോലെ പൊട്ടിയ ഗ്ലാസ് പോലെ മുറിവേറ്റ വ്യക്തികളായി നമ്മൾ മാറരുത്. അങ്ങനെ മുറിവ് ഏറ്റിട്ടുണ്ടെങ്കിൽ അത് നമ്മുടെ കർത്താവിൽ നിന്ന് സൗഖ്യം സ്വീകരിക്കണം. നമ്മുടെ ഉള്ളിൽ ദൈവസ്നേഹം നിറയും തോറും മനുഷ്യർ പറയുന്ന പാഴ്വാക്കുകൾ നമ്മളെ മുറിവേൽപ്പിക്കുകയില്ല. നമ്മളിൽ സ്നേഹം കുറയും തോറും നമ്മൾ മുറിവുള്ള വാക്കുകൾ നമ്മളെ വീണ്ടും മുറിവേൽപ്പിക്കും. മാത്രമല്ല, മുറിവുകൾ ഉള്ള വ്യക്തികളായിട്ട് നമ്മൾ മുന്നോട്ട് പോകും. അപ്പോൾ നമ്മുടെ കുടുംബത്തിലും നമ്മൾ ഏർപ്പെടുന്ന മേഖലകളിലും അസ്വസ്ഥതകൾ ഉണ്ടാകും. അതുകൊണ്ടാണ് അപ്പോസ്തലനായ പൗലോസ് പറഞ്ഞത്, നിങ്ങളുടെ സംസാരം എപ്പോഴും കരുണാമസൃണവും ഹൃദയവുമായിരിക്കട്ടെ. അപ്പോൾ പ്രിയമുള്ളവരെ, മുറിവേൽപ്പിക്കുന്ന വാക്കുകൾ പറയാതെ ഉപ്പിനാൽ രുചി വരുത്തിയ വാക്കുകൾ പറയാൻ ദൈവം നമ്മളെ സഹായിക്കട്ടെ. അതുകൊണ്ട് നമ്മൾ ഏതെങ്കിലും തരത്തിൽ ആരെങ്കിലും മുറിവേൽപ്പിക്കുകയോ താഴ്ത്തിക്കെട്ടുകയോ ഒക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ ഹൃദയപൂർവ്വം നമുക്ക് മാപ്പ് ചോദിക്കാം. എല്ലാവരുടെ കുറവുകളോടുകൂടെ സ്വീകരിക്കാൻ നമുക്ക് പഠിക്കാം. അതുകൊണ്ട് ദൈവത്തിൻ്റെ വചനം നമ്മെ പഠിപ്പിക്കുന്ന സത്യം ഇതാണ്: പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞ് ജീവിക്കുന്ന ആളുകൾ അവരുടെ വാക്കുകൾ, അവർ ദൈവവചനം പ്രസംഗിക്കുമ്പോഴും അവർ അഭിവാദനങ്ങൾ അർപ്പിക്കുമ്പോഴും ഒക്കെ ദൈവത്തിന്റെ ആത്മാവിന്റെ ഇടപെടൽ ഉണ്ടാകുന്നു. ഇന്നത്തെ ധ്യാനചിന്ത ഇതായിരിക്കട്ടെ: എൻ്റെ സംസാരവും എൻ്റെ വാക്കുകളും മറ്റുള്ളവർക്ക് ആത്മാവിന്റെ പ്രചോദനം ഉളവാക്കുന്ന തരത്തിലുള്ളതായി തീരട്ടെ. കുറഞ്ഞ പക്ഷം മുറിവേൽപ്പിക്കുന്ന വാക്കുകൾ പറയാതിരിക്കാനെങ്കിലും നമ്മൾ ശ്രമിക്കണം, ശ്രദ്ധിക്കണം. കർത്താവിനോട് പറയൂ, കർത്താവിന്റെ ഹൃദയത്തെ സൗഖ്യമുള്ളതാക്കണമേ. ഹൃദയത്തിന്റെ നിറവിൽ നിന്നാണല്ലോ അധരം സംസാരിക്കുന്നത്. സൗഖ്യമുള്ള ഹൃദയമുണ്ടെങ്കിൽ സൗഖ്യമുള്ള വാക്കുകളും അധരത്തിൽ നിന്ന് പുറപ്പെടും. ദൈവം അതിനായി നമ്മെ സഹായിക്കട്ടെ. ആമേൻ.